ഹായ്, ഗുഡ് മോർണിംഗ് കുട്ടികളെ. എന്തു പറയണു എല്ലാവരും? സുഖമായിട്ടിരിക്കണം അല്ലേ? അപ്പൊ നമ്മള് കുറച്ച് ദിവസമായി നേരിട്ട് കണ്ടിട്ട് അല്ലേ? ഓണം വെക്കേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോ പിന്നെ പരീക്ഷയുണ്ടായി. ഓണം എല്ലാവരും നന്നായി ആഘോഷിച്ചില്ലേ? അടിച്ചു പൊളിച്ചില്ലേ? ശരി. അപ്പോ അത് കഴിഞ്ഞിട്ട് പരീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും പരീക്ഷ നന്നായിട്ട് എഴുതിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ആ പരീക്ഷയുടെ ആ പേപ്പർ നമ്മൾ എന്താ ചെയ്തത്? പരീക്ഷ എങ്ങനെ എഴുതാൻ പറഞ്ഞത്? ഒരു നോട്ട് പുസ്തകത്തിലാണ് എഴുതാൻ പറഞ്ഞത് അല്ലേ? ആ നോട്ട് പുസ്തകം ഇനി ഒരു ദിവസം ഞങ്ങൾ പറയാം. അന്ന് നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാവരും അത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് തരിക. കേട്ടോ? ഓക്കെ. അപ്പോ കൊണ്ടുവന്ന് തരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ നോട്ട് പുസ്തകത്തിലെ നിങ്ങളുടെ പേര്, മുഴുവൻ പേരും, പിന്നെ ക്ലാസും ഡിവിഷനും എഴുതാൻ മറക്കരുത്. ശ്രദ്ധിക്കണം കേട്ടോ. അവനവന്റെ പേര്, മുഴുവൻ പേരും, അതുപോലെ ക്ലാസും ഡിവിഷനും എഴുതാൻ മറക്കരുത്. ക്ലാസും ഡിവിഷനും എഴുതായാലും എഴുതണം. കേൾക്കണ്ടോ? അത് മറക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. ശരി. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഇംഗ്ലീഷ് 3 ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ആ പാഠഭാഗം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ആ കഥ എന്ത് ചെയ്തു? നമ്മള് അവസാനത്തെ ക്ലാസ്സില് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് മാഷ് ആദ്യം ഒരു കാര്യം ചെയ്യാം. ആ കഥ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോ ഒരു ഇടത്ത് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിലാണ് 3 പൂമ്പാറ്റകള് ജീവിച്ചിരുന്നത് അല്ലെ മക്കളെ? യെസ്. അവര് ഏതൊക്കെ നിറം ഉണ്ടായിരുന്നത്? ചുവപ്പ്, പിന്നെ മഞ്ഞ, പിന്നെ വെള്ള അല്ലെ മക്കളെ? യെസ്. അവര് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു അല്ലെ? എപ്പോഴും അവർ ഒരുമിച്ചാണ്. കളിക്കാനായാലും, തേൻ കുടിക്കാൻ പോവായാലും, ഉറങ്ങായാലും, കഴിക്കായാലും എപ്പോഴും അവര് ഒരുമിച്ചാണ്. അങ്ങനെ ഒരു ദിവസം പൂമ്പാറ്റകൾ ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത്? മഴ വന്നത് അല്ലെ? മഴ പെയ്തു. ശക്തിയായി മഴ പെയ്തു. മഴ പെയ്തപ്പോ എന്താണ്? അവരാകെ നനഞ്ഞു. അവരുടെ ചിറകൊക്കെ നനഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല? പറക്കാനൊന്നും പറ്റണില്ല. അവര് എന്ത് ചെയ്തു? മഴ നനയാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇങ്ങനെ തെരഞ്ഞു നോക്കിയവരല്ലേ? അവസാനം അവർ ആരെ കണ്ടെത്തി? ഒരു സൂര്യകാന്തി പൂവിനെ കണ്ടെത്തി. ഒരു 3 ആളും കൂടി ചെന്നിട്ട് സൂര്യകാന്തി പൂവിനോട് ചോദിച്ചു, സൂര്യകാന്തി പൂവേ, വല്ലാതെ മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾ ആകെ നനഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് പറക്കാനൊന്നും പറ്റണില്ല. ഈ മഴ കൊള്ളാതെ മഴ കഴിയുന്നത് വരെ ഞങ്ങൾ നിന്റെ ചോട്ടില് തണലിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചു അല്ലേ? എന്താ നമ്മുടെ സൂര്യകാന്തി പൂ മറുപടി പറഞ്ഞത്? ആ ചുവന്ന പൂമ്പാറ്റയും മഞ്ഞ പൂമ്പാറ്റയും എന്ത് ചെയ്തോളൂ? എന്റെ ചുവട്ടിൽ നിന്നോളൂ. വെള്ള പൂമ്പാറ്റയെ ഞാൻ എന്റെ ചുവട്ടിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇത് കേട്ടപ്പോ അവരെന്താ പറഞ്ഞത്? എന്റെ പ്രിയ സുഹൃത്തെ, എന്നാ ഞങ്ങൾക്കും നിന്റെ ചുവട്ടിൽ നിൽക്കണ്ട. ഞങ്ങളുടെ സുഹൃത്തിനെ അപകടത്തിലാക്കിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഞങ്ങൾക്ക് നിന്റെ തണല് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് എന്ത് ചെയ്തു? പറന്ന്. അങ്ങനെ പറന്നിട്ട് പിന്നെ അവർ ആരെടുത്താ ചെല്ലുന്നത്? ഒരു ലില്ലിപ്പൂവിന്റെ അല്ലെ? ഇവിടുത്തെ ലില്ലിപ്പൂവിന്റെ അടുത്ത് ചെല്ലാണ്. ലില്ലിപ്പൂവിന്റെ അടുത്ത് എന്നിട്ട് അവരെന്ത് ചോദിച്ചു? ഇതെന്നെ പറഞ്ഞുല്ലേ, മഴ പെയ്യണു, ഞങ്ങൾ ആകെ നനഞ്ഞിരിക്കുകയാണ്, മഴ നനയാതെ ഞങ്ങൾ നിന്റെ ചുവട്ടില് കുറച്ചു നേരം നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലെ? എന്താ ലില്ലിപ്പൂ പറഞ്ഞത്? നിന്നോളൂ, പക്ഷെ ആരെ മാത്രമേ ഞാൻ നിൽക്കാൻ അനുവദിക്കൂ? വെള്ള പൂമ്പാറ്റയെ മാത്രമേ ഞാൻ നിൽക്കാൻ അനുവദിക്കുള്ളൂ, മറ്റു 2 പേരെയും ഞാൻ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇത് കേട്ടപ്പോ വെള്ളപ്പൂ എന്താ പറഞ്ഞത്? സുഹൃത്തെ, എന്നാ വേണ്ട, എന്റെ സുഹൃത്തുക്കളെ കൂടി നിർത്താമെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവരവിടെ നിന്നും പറന്ന് പോയി. അപ്പോ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആകാശത്തിൽ നിന്ന്, മേഘങ്ങളുടെ പിറകിൽ നിന്ന് ആര് കാണുന്നുണ്ടായിരുന്നു? നമ്മുടെ സൂര്യൻ കാണുന്നുണ്ടായിരുന്നു അല്ലെ? സൂര്യന് ഇത് കണ്ടപ്പോ, ഇവരുടെ ഈ പൂമ്പാറ്റകളുടെ അവസ്ഥ കണ്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഇത് മാത്രല്ല, ഇവരുടെ പരസ്പരമുള്ള ഈ സ്നേഹവും സഹകരണവും ഈ വിശ്വാസമൊക്കെ കണ്ടപ്പോ നമ്മുടെ സൂര്യൻ എന്താണ്? അവരോട് വല്ലാത്ത ഇഷ്ടമൊക്കെ തോന്നി. എന്താ നമ്മുടെ സൂര്യൻ ചെയ്തത്? സൂര്യൻ വേഗം നമ്മുടെ മേഘങ്ങളെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മഴയെ നിർത്തിച്ചു. എന്നിട്ട് നല്ലോണം എന്ത് കൊടുത്തു? നമ്മുടെ
വെയില് കൊടുത്തു, ചൂട് കൊടുത്തു അല്ലേ? ആ ചൂടേറ്റപ്പോ നമ്മുടെ പൂമ്പാറ്റകളുടെ ചിറകൊക്കെ ഉണങ്ങി അവർക്ക് സുഖമായിട്ടിപ്പോ നന്നായിട്ട് പറക്കാൻ പറ്റാറായി. അങ്ങനെ അവര് വീണ്ടും അവിടെ കുറെ നേരം ഇങ്ങനെ പറന്ന് കളിച്ചു. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ എന്ത് ചെയ്തു? അവരവരുടെ വീടുകളിലേക്ക് തിരിച്ച് പോകും. അല്ലേ മക്കളെ നമ്മുടെ കഥ? യെസ്. ഈ കഥ നമുക്കൊരു സന്ദേശം തരുന്നുണ്ട് അല്ലേ മക്കളെ? ഈ കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണ്, എന്ത് സന്ദേശമാണ് ഇത് നമുക്ക് കിട്ടുന്നത്? പറയാൻ പറ്റുമോ? എന്ത് സന്ദേശം കിട്ടുന്നത്? നമ്മുടെ പൂവുകള്, 2 പൂവുകൾ എന്ത് ചെയ്തില്ല? 3 എല്ലാവർക്കും അവിടെ അഭയം കൊടുത്തില്ല അല്ലെ? അവരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവരെയൊക്കെ അവിടുന്ന് ഒഴിവാക്കി. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആളുകള് നമ്മുടെ സുഹൃത്താണോ, സുഹൃത്തല്ലേ, ഇഷ്ടപ്പെട്ടവനാണോ, ഇഷ്ടപ്പെട്ടവനല്ലേ എന്നൊന്നും നോക്കാതെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കണം. അവിടെ യാതൊരു വേർതിരിവും ചെയ്യാൻ പാടില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം നമുക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമ്മള് നല്ല മനുഷ്യരാവുള്ളൂ. നല്ല മനുഷ്യരാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് ഒരാൾ സഹായം ചോദിച്ചു വരുമ്പോ, അല്ലെങ്കിൽ നമ്മള് ഒരു സഹായം വേണമെന്ന് ഒരാൾക്ക് തോന്നുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും നോക്കാതെ അവരെ പരമാവധി അവരെ സഹായിക്കണം. അതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? Okay, then today we can do the activities in this unit. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങാം. We have done 2 activities. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ മക്കളെ? Okay, then now let's start our third activity. എന്ത് ചെയ്യാം? നമുക്കിന്ന് 3ാമത്തെ ആക്ടിവിറ്റി മുതൽ ചെയ്ത് തുടങ്ങാം. Are you ready? Ready അല്ലേ? Okay. So we know that the 3 butterflies were drenched in rain. നമുക്കറിയാം നമ്മുടെ ആ കഥയിലെ ആ 3 പൂമ്പാറ്റകളും മഴ കൊണ്ട് ആകെ നനഞ്ഞുല്ലേ അല്ലേ മക്കളെ? യെസ്. They asked for many creatures for help for a shelter. മഴ ഇങ്ങനെ നനഞ്ഞപ്പോ അവര് അവിടെ കണ്ട പല ജീവികളോടും തങ്ങളെ സഹായിക്കണം, തങ്ങൾക്ക് അഭയസ്ഥാനം വേണമെന്ന് എല്ലാവരോടും പറഞ്ഞുല്ലേ? സോ ഹിയറിംഗ് ദിസ്, many friends in the garden offered them help. ഇവരുടെ ഈ അഭ്യർത്ഥന കേട്ടപ്പോ ആ പൂന്തോട്ടത്തിലുള്ള അവരുടെ പല സുഹൃത്തുക്കളും എന്ത് ചെയ്തു? സഹായിക്കാമെന്ന് പറഞ്ഞു, വാഗ്ദാനം ചെയ്തു. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. Then someone came there. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരോ അവിടേക്ക് ആദ്യം വന്നു. Do you know who it is? അതാരാന്നറിയോ നിങ്ങക്ക്? Okay, then look at the picture. ചിത്രം നോക്കൂ മക്കളെ. Yes, look at the picture. ചിത്രം നോക്കൂ. And who is this? ആരാത്? Yes, it is the peacock. So peacock was the first came there to help. ആരാണ്? നമ്മുടെ മയിലാണ് സഹായിക്കാമെന്ന് പറഞ്ഞ ആദ്യം അവരുടെ അടുത്തേക്ക് വന്നത്. The peacock said, "Butterflies, butterflies, come with me. Butterflies, butterflies, come with me. We can play, we can dance, we can stay together." The peacock said, "Butterflies, butterflies, come with me. We can play, we can dance, we can stay together." Look here. The peacock said,
Butterflies, butterflies came with me. We can play, we can dance, we can stay together. Okay, so what is the meaning? എന്താ മക്കളെ ഇതിന്റെ അർത്ഥം? പീക്കോക്ക് നമ്മുടെ മയില് പറയാണ്, ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. എന്താ? പൂമ്പാറ്റുകളെ പൂമ്പാറ്റുകളെ കം വിത്ത് മീ. എന്ത് ചെയ്യൂ? എന്റെ കൂടെ വരൂ, നമുക്ക് എന്ത് ചെയ്യാം? We can play, we can dance, we can play, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കളിക്കാം. പിന്നെന്തോ? We can dance, നമുക്ക് എന്ത് ചെയ്യാം? നൃത്തം ചെയ്യാം. പിന്നെയോ? We can stay together, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് പറയാം. മക്കളെ എന്താണ്? ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. We can play, we can dance, we can stay together. Video. Okay. Okay, that's when another friend of the came there. അപ്പോഴാണ് അവരുടെ മറ്റൊരു സുഹൃത്ത് അവിടേക്ക് വന്നത്. Do you know who it is? അറിയോ നിങ്ങക്ക്? ഓക്കെ, look at the picture. ചിത്രം നോക്കൂ, ചിത്രം നോക്കൂ മക്കളെ. യെസ്, who is this? ആരാത്? യെസ്, it is a sparrow. ആരാണ് മക്കളെ? ഒരു കുരുവിയാണ്. യെസ്. Then what would the sparrow told to the butterflies? എന്തായിരിക്കും ആ സ്പാരോ, ആ കുരുവി നമ്മുടെ പൂമ്പാറ്റോട് പറഞ്ഞിട്ടുണ്ടാവുക? Any idea? Yes. That's we have to do. We have to find out and write it. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് നമ്മൾ അത് എഴുതണം. മനസ്സിലായോ മക്കളെ? Yes. So, look at the first line. The peacock said. നമ്മുടെ മയിൽ പറഞ്ഞ ആദ്യത്തെ വരി ഒന്ന് ശ്രദ്ധിക്കൂ മക്കളെ. Butterflies, butterflies. Second line, come with me. എന്താ നമ്മുടെ മയിൽ ആദ്യം പറഞ്ഞത്? Butterflies, butterflies, come with me എന്നാണ്. So the sparrow said this same sentence. നമ്മുടെ കുരുവിയും എന്തെന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക? ഇതെന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ആദ്യത്തെ വരി? ആദ്യത്തെ രണ്ട് വരി എന്താണ്? യെസ്, butterflies, butterflies, come with me. സ്പാരോയും എന്തെന്നെയാണ് പറഞ്ഞത് ആദ്യം? യെസ്, ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. രണ്ടുപേരും നമുക്ക് കിട്ടി. Then look here, the peacock's third line, we can play, we can dance. നമുക്ക് ഒരുമിച്ച് കളിക്കാം, നമുക്ക് ഒരുമിച്ച് നൃത്തം ചെയ്യാം. Okay, so we know that the sparrow can fly. നമുക്കറിയാം സ്പാരോ, കുരുവിക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? പറക്കാനുള്ള കഴിവുണ്ട് അല്ലെ? അപ്പോ നമ്മുടെ സ്പാരോ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആദ്യം? നമുക്ക് പറക്കാം. അതെങ്ങനെ പറയാ അല്ലെ? ഈ പ്ലേ, വി ക്യാൻ പ്ലേ എന്നുള്ള പ്ലേ മാറ്റാം, അവിടെ പറക്കാം എന്നാണ്. അപ്പൊ എങ്ങനെ പറയാം മക്കള്? വി ക്യാൻ ഫ്ലൈ. എന്താണ്? എന്താ പറയാ മക്കളെ? വി ക്യാൻ ഫ്ലൈ. നമുക്ക് എന്ത് ചെയ്യാം? പറക്കാം. പിന്നെ അടുത്ത വരി തന്നെ മതി. വി ക്യാൻ ഡാൻസ്. നമുക്ക് എന്ത് ചെയ്യാം? നൃത്തം ചെയ്യാം അല്ലെ? മൂന്നാമത്തെ വരി എന്താ മക്കളെ? യെസ്, വി ക്യാൻ ഫ്ലൈ, വി ക്യാൻ ഡാൻസ്. പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ മയിൽ എന്താ പറഞ്ഞത്? വി ക്യാൻ സ്റ്റേ ടുഗദർ. നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നാണ് പറഞ്ഞത്. സ്പാരോ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കാം എന്നാണ്. അതെങ്ങനെ പറയാ? ഇങ്ങനെ പറയാ, നിങ്ങൾക്ക് എന്താ? യു താമസിക്കാൻ എന്താ? ക്യാൻ സ്റ്റേ. അപ്പൊ യു ക്യാൻ സ്റ്റേ എന്റെ കൂടെ എന്നുള്ള വിത്ത് മീ എന്നാണ്. എന്റെ കൂടെ എന്താ നമ്മൾ പറയാ മക്കളെ? വിത്ത് മീ. എന്താ അവസാനത്തെ വരി? യു ക്യാൻ സ്റ്റേ വിത്ത് മീ. എന്താ മക്കളെ? യു ക്യാൻ സ്റ്റേ വിത്ത് മീ. എന്താ അവസാനത്തെ വരി? യു
can stay with me. കിട്ടിയോ? എന്തൊക്കെ സ്പാരോ പറഞ്ഞത്? സ്പാരോ ആദ്യം പറയാണ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. എന്താ പറഞ്ഞത്? ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. എന്താ? പൂമ്പാറ്റകളെ പൂമ്പാറ്റകളെ എന്റെ കൂടെ വരൂ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് പറക്കാം, നമുക്ക് ഒരുമിച്ച് നൃത്തം ചെയ്യാം. അതെങ്ങനെ പറയാ? We can fly, we can dance. അവസാനത്തെ വരി എന്താ? You can stay with me. എന്താണ്? You can stay with me. എന്താ സ്പാരോ പറഞ്ഞത്? സ്പാരോ പറയാണ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. We can fly, we can dance, you can stay with me. കിട്ടിയോ? എഴുതി നോക്കാം. എന്താ മക്കളെന്താ ആദ്യത്തെ വരി? യെസ്, ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ്. എന്താ ആദ്യത്തെ വരി മക്കളെ? സെയിം. ബട്ടർഫ്ലൈസ് butterflies. Then next line, yes, come with me. Then what's the third line? Yes, we can fly, we can dance. Yes, we can fly, we can dance. The last line is you can stay with me. Yes. You can stay with me. You can stay with me. Butterflies, butterflies, come with me. We can fly, we can dance, you can stay with me. കിട്ടിയോ? Okay, so this is the third activity. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി. Okay, then let's do the fourth activity. നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ആക്ടിവിറ്റി ചെയ്യാം. Okay children, let's do the fourth activity. നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ആക്ടിവിറ്റി ചെയ്യാം. So we know that the peacock can dance. നമുക്കറിയാം നമ്മുടെ മയിലിന് നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലേ? Yes. Then the sparrow can fly. എന്താണ്? കുരുവിക്ക് പറക്കാനുള്ള കഴിവുണ്ട്. Is it? ശരിയല്ലേ? So we all have some abilities. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഇതേപോലെ ചില കഴിവുകൾ ഉണ്ട്. So I will give you a chance to write your ability. മാഷ് എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ എഴുതാനുള്ള ഒരു അവസരം തരാൻ പോവാണ്. Okay, then everyone look here. നീ ബോഡിക്ക് നോക്കും മക്കളെ. There is a word. ഇതെന്താണ്? ഇവിടെ ഒരു പദസൂര്യൻ അല്ലേ മക്കളെ? Then look here. I will write a word, a sentence. What is that? I can. എനിക്ക് കഴിയുമെന്ന് എഴുതിയിട്ടുണ്ട്. So you have write the abilities, your ability in each this boxes. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള കഴിവുകള് ഓരോ കഴിവുകളെയും ഓരോ ബോക്സിൽ എഴുതണം. Okay, so okay, then please say. പറഞ്ഞോളൂ, ഓരോ നിങ്ങളുടെ അബിലിറ്റികൾ പറഞ്ഞോളൂ. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? പല കഴിവുകളുണ്ട് അല്ലെ? പറഞ്ഞോളൂ. യെസ്, പൊതുവെ എല്ലാവർക്കും ഉള്ള കഴിവുകൾ നമുക്ക് ആദ്യം പറയാം. എന്തൊക്കെയാണ്? യെസ്, റൺ അല്ലെ? ഓടാനുള്ള കഴിവുണ്ട്. യെസ്, നമ്മളിവിടെ എഴുതാൻ മക്കളെ റൺ അല്ലെ? ഓടാനുള്ള കഴിവ്. അയക്കാൻ പറഞ്ഞു എനിക്ക് ഓടാൻ കഴിയും. then യെസ്, പിന്നെന്താണ്? നടക്കാൻ കഴിയും അല്ലെ? വാക്ക് അല്ലെ? യെസ്, വാക്ക്. നമുക്ക് എല്ലാവർക്കും ഉള്ള കഴിവാണ് വാക്ക്. then പിന്നെന്താ കഴിവുള്ളത്? എന്താ? ചാടാനുള്ള കഴിവ് അല്ലെ മക്കളെ? അപ്പൊ എന്താണ്?
ജംപ് അല്ലെ, ജംപ്. യെസ്. ദെൻ ഇനി എല്ലാവരും ചില ഇതൊക്കെ മാത്രമുള്ള ചില കഴിവുകൾ പറയാം. ഏതൊക്കെയാണ്? യെസ്, ഡാൻസ് അല്ലെ, നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ട് ചിലവർക്ക് അല്ലെ. യെസ്, ഡാൻസ്. ഓക്കെ. ചിലവർക്കോ യെസ്, പാട്ട് പാടാനുള്ള കഴിവുണ്ട് അല്ലെ. യെസ്, സിംഗ് അല്ലെ മക്കളെ. യെസ്, സിംഗ്. ചിലവർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ഓക്കെ. ദെൻ നമുക്ക് എല്ലാവർക്കും വേറെ കഴിവാണ് പ്ലേ, കളിക്കാൻ. പലതരം കളികൾ കളിക്കാനുള്ള കഴിവ് അല്ലെ. യെസ്, യു ക്യാൻ പ്ലേ. യെസ്. ദെൻ യെസ്, പിന്നെന്താണ്? വേറെന്താ മക്കളെ കഴിവുകൾ പറയൂ. നമുക്ക് എന്തൊക്കെ എഴുതി? റൺ എഴുതി, വാക്ക് എഴുതി, ജമ്പ് എഴുതി, ഡാൻസ് എഴുതി, സിംഗ് എഴുതി, പ്ലേ എഴുതി. ദെൻ യെസ്, ഇരിക്കാൻ അല്ലെ, ഒരിടത്ത് ഇരിക്കാനുള്ള കഴിവ് അല്ലെ. യെസ്, സിറ്റ് അല്ലെ മക്കളെ, ഒരിടത്ത് ഇരിക്കാനുള്ള കഴിവ്. ഓക്കെ. ദെൻ വേറൊരു കഴിവ് നമുക്ക് ചിലർക്ക് മാത്രം ഉള്ള ഒരു കഴിവാണ്. ഇപ്പോ ചെറിയ കുട്ടികളാണ്, ചിലരത് ആ കഴിവ് ആർജിച്ചു വരുന്നുണ്ടാവും. ഏതാണ്? സ്വിം അല്ലെ, നീന്താനുള്ള കഴിവ്. അത് എല്ലാവർക്കും ആയിട്ടുണ്ടാവും. ചിലർ ഇന്നലെ പഠിച്ചിട്ടുണ്ടാവും, ചിലർ പഠിച്ചിട്ടുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പഠിക്കുള്ളൂ. അപ്പൊ എന്താണ്? സ്വിം അല്ലെ, നീന്താനുള്ള കഴിവ്. നമുക്ക് മക്കളെ ഇതൊക്കെ നമുക്കുള്ള കഴിവുകളാണ്. എന്തൊക്കെയാ മക്കളെ നോക്കൂ. യെസ്, റൺ, വാക്ക്, ജംപ്, ഡാൻസ്, സിംഗ്, പ്ലേ, സിറ്റ്, സ്വിം. മക്കളെ ഓക്കെ അല്ലെ. ഇതിലിപ്പോ എഴുതിയ എല്ലാ കഴിവുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ മക്കളെ. യെസ്. ചിലവർക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും ആ കഴിവ്, ചിലർ കുറച്ച് കുറവേ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും ഇതിലെഴുതിയ എല്ലാ കഴിവുകളും ഉണ്ട് മക്കളെ. ഓക്കെ. ദെൻ we can sing a song using this abilities. നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു പാട്ട് ഉണ്ടാക്കണം. ഈ കഴിവുകൾ വെച്ച് നമുക്കൊരു പാട്ടുണ്ടാക്കണം. അപ്പോ എങ്ങനെ? ആദ്യത്തെ വരി ഏതാണ്? ആദ്യത്തെ വാചകം ഐ ക്യാൻ എന്നായിരിക്കും അല്ലെ. എങ്ങനെ പറയാ? ഐ ക്യാൻ റൺ, പിന്നെ ഐ ക്യാൻ വാക്ക്. ഒരു വരി എന്താണ്? ഐ ക്യാൻ റൺ, ഐ ക്യാൻ വാക്ക്. പിന്നെ അടുത്ത വരി യെസ്, ഐ ക്യാൻ ജംപ്, then I can dance. രണ്ടു വരി അല്ലേ. then I can sing, I can play. മൂന്ന് വരി. ലാസ്റ്റ് ലൈൻ I can sit and swim. I can sit and swim. പാട്ടുണ്ടാക്കി നമ്മളല്ലേ. നമ്മുടെ കഴിവുകളൊക്കെ വെച്ച് നമ്മൾക്കൊരു മനോഹരമായ ഒരു പാട്ടുണ്ടാക്കി. അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കഴിവുകൾ ഓരോന്നായിട്ട് നമ്മൾ എഴുതി, എന്നിട്ട് ആ കഴിവുകളൊക്കെ വെച്ച് നമ്മളൊരു പാട്ടുണ്ടാക്കി മക്കളെ. എങ്ങനെ പാട്ട്? യെസ്, ഐ ക്യാൻ റൺ, ഐ ക്യാൻ വാക്ക്. ആദ്യത്തെ വരി. then ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ ഡാൻസ്. രണ്ടാമത്തെ വരി. then മൂന്നാമത്തെ വരി ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ പ്ലേ. മൂന്നാമത്തെ വരി. ലാസ്റ്റ് ലൈൻ ഐ ക്യാൻ സിറ്റ് ആൻഡ് സ്വിം. കിട്ടിയോ? എന്തൊക്കെ നമ്മൾ ഒന്നുകൂടി പാടാം. ഐ ക്യാൻ റൺ, ഐ ക്യാൻ വാക്ക്. ആദ്യത്തെ വരി കഴിഞ്ഞു. രണ്ടാമത്തെ വരി ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ ഡാൻസ്. രണ്ടു വരി കഴിഞ്ഞു. മൂന്നാമത്തെ വരി ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ പ്ലേ. മൂന്നാമത്തെ വരി കഴിഞ്ഞു. അവസാനത്തെ വരി ഐ ക്യാൻ സിറ്റ് ആൻഡ് സ്വിം. കിട്ടിയോ? എല്ലാവർക്കും വരി കിട്ടിയോ? അപ്പോ ഈ പ്രവർത്തനവും ചെയ്യും. നമ്മള് ഇന്ന് രണ്ട് പ്രവർത്തനം, ആക്ടിവിറ്റി 3 ആക്ടിവിറ്റി 4 അല്ലെ. ഇത് ടെക്സ്റ്റില് ഉണ്ട്, ടെക്സ്റ്റിലും ചെയ്യണം, നോട്ടിലേക്കും ചെയ്യണം. നോട്ടിലേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ചോദ്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം ഇത് ഉത്തരമായിട്ട് എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇന്നത്തെ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കേട്ടോ മക്കളെ. ബൈ.